ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവകാലമായിരുന്നു. അതിൻ്റെ തിക്കിലും തിരക്കിലും ഒക്കെ ആയിരുന്നു. ഇതാ ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയാണ്, വൈകുന്നേരം ഘോഷയാത്രയാണ്. ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എല്ലാം കണ്ടു. അതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമല്ലോ. എല്ലാവർക്കും രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പരിസരമെല്ലാം പൊങ്കാലക്കാരെ കൊണ്ട് നിറഞ്ഞു. ഞങ്ങളിതാ അമ്മയും അമ്മൂമ്മയും മോളും കൊച്ചുമോളും എല്ലാവരും പൊങ്കാലയിടാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടുത്താണ്. ഞങ്ങളെ അമ്മയാണ് ഞങ്ങളുടെ എല്ലാം. ഈ അമ്മയെ പോയിട്ട് ഞങ്ങൾക്ക് ആരും ഉള്ളൂ. അമ്മയുടെ നടയിൽ വന്നതിന് ശേഷമേ നമ്മളെവിടെയും പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങളെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ ഈ ക്ഷേത്രം. ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ആദ്യം രാവിലെ കണി കാണുന്ന ക്ഷേത്രമാണ്. ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ പൊങ്കാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ പൊങ്കാല വിശേഷങ്ങളെല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതാ എൻ്റെ അമ്മയും മോളും ഒക്കെ അരിയൊക്കെ അടുപ്പിലിടുകയാണ് കേട്ടോ. പൊങ്കാലയ്ക്കുള്ള അരി കലത്തിലോട്ടിടുകയാണ്. പിന്നെ പൊങ്കാല വിശേഷം എല്ലാം കാണണം കേട്ടോ. കണ്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഒന്നും മടി കാണിക്കരുത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇതാ ഭക്തിയോടെയും സന്തോഷത്തോടെയും വീഡിയോ ഇടുകയും പൊങ്കാലിടുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഈ 10 ദിവസവും കഴിഞ്ഞു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു ദുഃഖമോ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര മനസമാധാനം, സന്തോഷം. ഒന്നിനും ഒരു സമയമില്ല. രാവിലെ എണീക്കുക, കുളിക്കുക, ഓടുക, ക്ഷേത്രത്തിൽ പോവുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, ദേവിയെ കാണുക, തിരിച്ചു വരിക, ഉച്ചയാകുമ്പം വീണ്ടും പോവുക, അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് സന്ധ്യയാകുമ്പം പോയി സന്ധ്യാപൂജ കണ്ട് തിരുവാതിരയും പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതെല്ലാം കാണുക. വീണ്ടും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ വീട്ടിൽ അടുപ്പൊന്നും കത്തിക്കൊക്കെ ഒന്നും ഇല്ലായിരുന്നു. ക്ഷേത്രത്തിൽ ഉത്സവം വന്ന് 3 നേരം ഭക്ഷണം അവിടെ ഉണ്ട്. ഞങ്ങൾ 3 നേരവും ഭക്ഷണം അവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മൾ ഈ വക്കത്തുള്ള ആരും തന്നെ ഇറച്ചി നോൺ വെജിറ്റ് ഒന്നും വയ്ക്കാറില്ല. എല്ലാവരും വെജിറ്റേറിയനാണ്. നമ്മൾ സാധാരണ ഇവിടെ ആരും ഭക്ഷണം ഉണ്ടാക്കാറുമില്ല കേട്ടോ. ഇതാ ഇവിടെ തിലോത്തമ്മമാരെല്ലാം ഇതാ നിൽപ്പുണ്ട് പൊങ്കാലയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ പൊങ്കാലയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഇന്ന് രാവിലെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. കാപ്പി, ഇഡ്ഡലിയും സാമ്പാർ, രസവട, അങ്ങനെ അന്നദാനമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിക്കാൻ പോകും. പിന്നെ ഇഷ്ടംപോലെ വെള്ളം, നാരങ്ങ വെള്ളം, മോര് വെള്ളം, ഇതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതിവിപുലമായ രീതിയിലുള്ള പൊങ്കാലയും വിപുലമായ രീതിയിലുള്ള സദ്യകളുമായിട്ടൊക്കെ കഴിഞ്ഞു. ഒരുത്തൻ വീഡിയോ ഞാൻ എടുക്കുന്നത് കൊണ്ട് അവനെ കൂടി വൈറലാക്കാൻ പറഞ്ഞുകൊണ്ട് ഓടെയാണ്. അങ്ങനെ ഞാനിതാ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലി, സാമ്പാർ, രസവട ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുകയാണ്. പൊങ്കാലയൊക്കെ ഇട്ടൊരു പരുവമായി. നല്ല തീയും പുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല തിരക്കുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണമുണ്ട്. നല്ല തിരക്കുമുണ്ട് ഓരോ ദിവസവും. ഇത് രാവിലെ പൊങ്കാല കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കഴിക്കുന്നതാണ്. എന്നാൽ കണ്ടല്ലോ, നല്ലൊരു ക്യൂ നിൽപ്പുണ്ട്. ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കാനുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ ദേവിയുടെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കാണണം. ഇനി ഞാൻ വീണ്ടും വിശേഷങ്ങളും ഇതിൻ്റെ ബാക്കി വീഡിയോകളൊക്കെ കുറച്ചൊക്കെ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ കുറച്ച് വീഡിയോ കിട്ടുമ്പോൾ കോപ്പി റൈറ്റ് കാണിച്ചതുകൊണ്ട് ഞാനത് പബ്ലിക് ചെയ്തില്ല. നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറേ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് എല്ലാ വീഡിയോയും കറക്റ്റ് ഇടാൻ കഴിഞ്ഞില്ല. ഞാൻ 2-3 വീഡിയോ എനിക്ക് കോപ്പി റൈറ്റിംഗ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കോപ്പി റൈറ്റിംഗ് കാണിച്ചതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. കണ്ടല്ലോ, എൻ്റെ മോളാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൂടി ലഹളയ്ക്ക് നിൽക്കുന്നതാണ് കേട്ടോ. കുഴപ്പമില്ല. അവൾ നേഴ്സാണ് കേട്ടോ. ആശുപത്രിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. എൻ്റെ ചേട്ടൻ്റെ മോളാണത്. പിന്നെ അങ്ങനെ ദേവി പുറത്തിറങ്ങി പൊങ്കാലയൊക്കെ നേദിക്കാൻ വേണ്ടി അമ്മ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതിൻ്റെ മ്യൂസിക്കൊന്നും ഇടാഞ്ഞത് കോപ്പി റൈറ്റിംഗ് കാണിക്കണതുകൊണ്ടാണ് മ്യൂസിക് ഇടാതെ ഞാൻ വോയിസ് ഇട്ടത്. കോപ്പി റൈറ്റിംഗ് കാണിക്കണതുകൊണ്ട് മ്യൂസിക് ഇടുമ്പോഴേക്കൊക്കെ അതുകൊണ്ട് ഞാനതൊക്കെ മാറ്റിയത്. അമ്മ നമ്മളുടെ എല്ലാമായ അന്നപൂർണേശ്വരിയായ ഞങ്ങളുടെ സൗഭാഗ്യവതിയായ അമ്മ പുറത്തിറങ്ങി ഞങ്ങളെ എല്ലാവർക്കും ദർശനം നൽകി പൊങ്കാലയൊക്കെ നേദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അമ്മ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തി.
ഇന്ന് ഞാൻ എൻ്റെ കുടുംബമൊക്കെ ജീവിച്ച് എൻ്റെ മക്കളും, കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും കേട്ടോ, ഞാനും എൻ്റെ മക്കളുമൊക്കെ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവിടെ നിന്ന് വന്ന് പറഞ്ഞ് കരയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട്. ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഉണ്ടാവില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ഓരോരുത്തരുടെയും വിജയത്തിലും സന്തോഷത്തിലും ഏറ്റവും കൂടുതൽ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് എൻ്റെ അമ്മ തന്നെയാണ്. എനിക്കൊരുപാട് ദുഃഖങ്ങൾ വന്നെങ്കിലും എനിക്കൊരുപാട് സന്തോഷങ്ങൾ എൻ്റെ മക്കളിലൂടെ തന്നത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ ആനാവൂർ അമ്മയെ എവിടെ പോയാലും, ഞാൻ മൂകാംബികയിൽ പോയാലും ആനാവൂർ അമ്മയെന്ന് വിളിക്കും. അമ്മയെ പോയിട്ട് ഞങ്ങൾക്ക് ആരുമുള്ളൂ. അങ്ങനെ അമ്മ നടയിലെ വിശേഷങ്ങളാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ഞാൻ വീഡിയോയിലെ വോയിസ് കൊടുപ്പ് നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.